നമ്മൾ കഴിഞ്ഞ ക്ലാസ് അറ്റോമിക് മോഡൽസ് മൊഡ്യൂൾ 6 നമ്മൾ തോംസൺ ആറ്റം മാതൃക വരെയായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ആ ക്ലാസ് കാണാത്തവർ കാണണം. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് റുദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃകയാണ് നമുക്ക് ടോപ്പിക്ക് പഠിക്കേണ്ടത്. അപ്പോൾ റുദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃക എന്ന് പറയുന്നത് എന്താണ്? ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ടെന്നും അതിൻ്റെ മാസം മുഴുവനായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണെന്നാണ് റുദർഫോർഡ് പറഞ്ഞത്? ന്യൂക്ലിയസിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ടെന്നും അതിൻ്റെ മാസം മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണോ എന്ന് പറഞ്ഞത് ആരാണ്? റുദർഫോർഡാണ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡാണ്. അപ്പോൾ സൗരയൂഥ മാതൃക നിർദ്ദേശിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ റുദർഫോർഡാണ്. അപ്പോൾ ഇത് നമ്മൾ എന്താണ് ഇത് ഈ റുദർഫോർഡിൻ്റെ പോരായ്മ? സൗരയൂഥ മാതൃകയ്ക്ക് എന്താണ് പോരായ്മ ഉള്ളത്? ആറ്റം മാതൃക സ്വീകാര്യമായിരുന്നുവെങ്കിലും ഈ റുദർഫോർഡിൻ്റെ ആറ്റം മാതൃക സ്വീകാര്യമായിരുന്നെങ്കിലും എന്താണ്? ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൻ്റെ ആകർഷണ വലയത്തിൽ ചുറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഊർജ്ജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിലേക്ക് പതിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ പതിക്കുന്നില്ല? ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ ആകർഷണ വലയത്തിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നില്ല? അവിടെ ഇത് എന്തുകൊണ്ട് ആകർഷണ വലയത്തിൽ ചുറ്റുമ്പോൾ ഊർജ്ജം നഷ്ടമായിട്ട് ഇതിലേക്ക് പതിക്കുന്നില്ല? അതിന് ഉത്തരം കണ്ടെത്താൻ റുദർഫോർഡിന് കഴിഞ്ഞില്ല. അപ്പോൾ ഇത് നമുക്കപ്പോൾ റുദർഫോർഡിന് കഴിയാത്തതുകൊണ്ട് ഈ മാതൃക അംഗീകരിക്കപ്പെട്ടിട്ടില്ല അല്ലേ? അപ്പോൾ റുദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃകയും അംഗീകരിക്കപ്പെട്ടതല്ല. അപ്പോൾ സൗരയൂഥ മാതൃകയിൽ എന്താണ് ഒരു പോരായ്മ ഉള്ളത്? ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൻ്റെ ചുറ്റുമ്പോൾ അതിന് എനർജി നഷ്ടമായിട്ട് അത് ന്യൂക്ലിയസിലേക്ക് പതിക്കേണ്ടതുണ്ട്. പക്ഷെ അത് പതിക്കുന്നില്ല. അതിന് റീസൺ എന്താണെന്ന് പറയാൻ റുദർഫോർഡിന് സാധിച്ചില്ല. ഇനി നമ്മൾ പറയുന്നത് റുദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണമാണ്. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഇതിന് മുന്നേ. അപ്പോൾ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൽ പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവതയുള്ള പദാർത്ഥങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പോസിറ്റീവ് ചാർജുള്ള ഒരു ആൽഫ കണം ഒരു നേർത്ത സ്വർണ്ണത്തകിടിലൂടെ കടത്തിവിടുമ്പോൾ അവയുടെ പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കണ്ടെത്താൻ റുദർഫോർഡ് ശ്രമിച്ചു. അതിൽ നമ്മുടെ ആൽഫ കണങ്ങൾ ഒരു സ്വർണ്ണത്തകിടിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് റുദർഫോർഡ് കണ്ടെത്താൻ ശ്രമിച്ചത്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ആൽഫ കണങ്ങളാണത്. ആൽഫ കണങ്ങൾ ഒരു നേർത്ത സ്വർണ്ണത്തകിടിലൂടെ പോവുകയാണ്. അപ്പോൾ അതിൽ ചില ആറ്റത്തിൻ്റെ ചിലത് മാത്രം സംഭവിച്ചു? ഇവിടെ നേർരേഖയിലൂടെ പോയി, ഒന്നും സംഭവിക്കാതെ അത് നേർരേഖയിലൂടെ ഒരു വ്യതിചലനം ഉണ്ടാക്കാതെ അത് നേരെ പോയി, വ്യതിചലിക്കാതെ നേർരേഖയിലൂടെ പോയി. പക്ഷെ ചിലത് മാത്രം അതിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട് അല്ലേ? വ്യതിചലിക്കപ്പെട്ട ആൽഫ കണങ്ങളാണത്. ഇത് സെൻറ്ററിലൂടെ പോകുമ്പോൾ വ്യതിചലിക്കപ്പെട്ട ആൽഫ കണങ്ങളാണത്. ചിലത് വ്യതിചലിക്കപ്പെട്ട് തിരിച്ച് പോകുന്നുണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് നേരെ പോയി തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് എന്താണ് പറയുന്നത്? ചില ആൽഫ കണങ്ങൾ സ്വർണ്ണത്തകിടിൽ തട്ടുമ്പോൾ നേർരേഖയിൽ നിന്ന് ചെറിയ കോണളവിൽ എന്താണ് വ്യതിചലിക്കുന്നുണ്ട്. കുറച്ച് ആൽഫ കണങ്ങൾ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? 180 ഡിഗ്രിയിൽ അത് കോണളവിൽ വ്യതിചലിച്ച് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായി? ഈ നിരീക്ഷണത്തിൽ നിന്ന് അദ്ദേഹം എന്താണ് അനുമാനങ്ങളാണ് എത്തിച്ചേർന്നത്? ആറ്റത്തിൻ്റെ ഇതിൽ നേർരേഖയിലൂടെ കടന്നു പോകണമെങ്കിൽ അവിടെ എവിടെയും തട്ടുന്നില്ല അല്ലേ? ഒരു ഗോൾഡ് ഫോയിലൂടെ കടന്നു പോകുമ്പോൾ, സ്വർണ്ണത്തകിടിലൂടെ കടന്നു പോകുമ്പോൾ എവിടെയും തട്ടാതെ നേർരേഖയിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതെന്താണ് അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്? ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമായതിനാലാണ് ഭൂരിപക്ഷം ആൽഫ കണങ്ങളും വ്യതിയാനം കൂടാതെ കടന്നുപോയത് അല്ലേ? ആറ്റത്തിൻ്റെ ഭൂരിഭാഗം ശൂന്യതയാണെന്ന് കണ്ടെത്തി. അതുപോലെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളിൽ ചിലത് ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണത്തിന് പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണലിൽ ചില ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള സമീപത്ത് കൂടി കടന്നു പോയപ്പോൾ വികർഷിക്കപ്പെട്ടതിനാലാണ് ആ ചെറിയ കോണളവിൽ വ്യതിചലിപ്പ്. അപ്പോൾ ഇതിങ്ങനെ കോണളവിൽ വ്യതിചലിക്കാനുള്ള കാരണം എന്താണ്? അവിടെയും ആൽഫ കണങ്ങൾ ഉള്ളത് കൊണ്ട്, ആൽഫയല്ല പോസിറ്റീവ് ഉള്ളത് കൊണ്ടാണ് ഈ പോസിറ്റീവ് ആയിട്ടുള്ളത് പോസിറ്റീവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ ആകർഷിക്കല്ലല്ലോ, വികർഷിക്കല്ലേ ചെയ്യുക. അപ്പോൾ അങ്ങനെ വികർഷിക്കപ്പെട്ടിട്ടാണ് ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് വ്യതിചലിച്ച് പോയത്. അപ്പോൾ ചില ഭാഗങ്ങളിൽ മാത്രം പോസിറ്റീവ് ചാർജ് ഉണ്ടാകുമ്പോൾ ന്യൂക്ലിയസിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാകുമ്പോൾ പോസിറ്റീവും വികർഷിച്ച് അതിനൊരു ചെറിയ കോണളവിൽ അത് ആൽഫ കണം ഇങ്ങനെ വ്യതിചലിക്കപ്പെട്ട് പോകും.
അതും അദ്ദേഹം കണ്ടെത്തി. പിന്നെന്താണ്, ഈ ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് മനസ്സിലാക്കി. ആറ്റത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു ചെറിയ വ്യാപ്തത്തിലാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ കേന്ദ്രഭാഗം ആറ്റത്തിൻ്റെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ തീരെ ചെറുതാണ് അല്ലേ. അപ്പം ആറ്റത്തിൻ്റെ വലുപ്പവുമായിട്ട് കണക്കാക്കുമ്പോൾ അതിൻ്റെ ഇത് വളരെ ചെറുതാണെന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ന്യൂക്ലിയസ് എന്ന ഭാഗം അല്ലേ ആറ്റത്തിലെ ഒരു പോസിറ്റീവ് ചാർജിലുള്ള കേന്ദ്രീകരിച്ചിരിക്കുന്നത് മധ്യഭാഗത്തിലാണെന്നും കണ്ടെത്തി. അപ്പോൾ ഒരു ചെറിയ വ്യാപ്തത്തിലാണെന്നും കണ്ടെത്തി അല്ലേ. ചെറുതായിട്ടാണ് അല്ലേ, വളരെ ചെറുതാണെന്ന് വെച്ചാൽ ആറ്റത്തിൻ്റെ വലിപ്പത്തിനോട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. എന്താണ് ഇങ്ങനെ 180 ഡിഗ്രിയുള്ളത് തട്ടി തിരിച്ച് വരുന്നില്ലേ, അവിടെയാണ് എന്താണ് മാസ് പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി. അതാണ് ന്യൂക്ലിയസ് എന്നും കണ്ടെത്തി. അപ്പോൾ ഇതാണ് റുദർഫോർഡ് കണ്ടെത്തിയത്. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിലൂടെ റുദർഫോർഡ് കണ്ടെത്തിയത് ഇതാണ്. ഇനി റുദർഫോർഡിൻ്റെ മാതൃകളുടെ കുറച്ച് ന്യൂനതകളുണ്ട്. അപ്പോൾ എന്താണ് ന്യൂനതകൾ എന്ന് പറയുന്നത്? റുദർഫോർഡിൻ്റെ ന്യൂനതകളാണ് ആറ്റത്തിന് സ്ഥിരത വിശദീകരിക്കാനായില്ല. ആറ്റത്തിൻ്റെ സ്ഥിരത നമുക്കറിയാം, ആറ്റം സ്ഥിരമാണെന്നറിയാം അല്ലേ. ആറ്റത്തിൻ്റെ സ്ഥിരത വിശദീകരിക്കാനായില്ല. റുദർഫോർഡിന് ആറ്റത്തിൻ്റെ സ്ഥിരത വിശദീകരിക്കാനായില്ല. ഒരു വസ്തു ഓർബിറ്റിൽ കൂടി സ്ഥിരമായ വേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ദിശ മാറുന്നത് കൊണ്ട് ത്വരണം സംഭവിക്കാം അല്ലേ. നമ്മൾ ഫിസിക്സിൽ നമ്മൾ പഠിച്ചു, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ 1 എന്താണ്, ഒരു കൂടി സ്ഥിരമായി ഒരു ഓർബിറ്റിലൂടെ സ്ഥിരമായ വേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എന്താണ്, ദിശ മാറുമ്പോൾ അവിടെ എന്താണ്ടാവുന്നത്, ആക്സിലറേഷൻ കൂടുന്നുണ്ട്, ത്വരണം സംഭവിക്കുന്നുണ്ട്. ഓർബിറ്റിലൂടെ തുടർച്ചയായി കറങ്ങുന്ന ഇലക്ട്രോണിന് എന്തുണ്ട്, ത്വരണമുണ്ട്. അപ്പോൾ ഇലക്ട്രോണിന് എന്തുണ്ട്, ത്വരണമുണ്ട്. ഓർബിറ്റിലൂടെ തുടർച്ചയായി കറങ്ങുന്ന ഇലക്ട്രോണിന് ത്വരണമുണ്ട്. അതുപോലെ ചാർജ് ചെയ്ത കണിക ത്വരണത്തിന് വിധേയമാകുമ്പോൾ വൈദ്യുതി കാന്തിക വികിരണം അവിടെ പുറപ്പെടുന്നു. വൈദ്യുതി കാന്തിക വികിരണവും അവിടെ എന്താണ്, പുറപ്പെടുവിക്കുന്നുണ്ട്. ചാർജ് ചെയ്തൊരു കണിക ത്വരണത്തിന് എന്ന് വെച്ചാൽ ആക്സിലറേഷന് വിധേയമാകുമ്പോൾ അവിടെ എന്താ, വൈദ്യുതി കാന്തിക വികിരണം, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. വികിരണം വഹിക്കുന്ന ഊർജ്ജം ഇലക്ട്രോണിൻ്റെ ശരീരത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് അല്ലേ. ഇലക്ട്രോണിൻ്റെ ശരീരത്തിൽ നിന്നുമാണ് ഈ ഊർജ്ജം ഉണ്ടാകുന്നത്. അതിൻ്റെ ഫലമായി ഇലക്ട്രോൺ എന്താണ്, ഭ്രമണപഥം തുടർച്ചയായി ചുരുങ്ങുന്നു. ഇലക്ട്രോൺ അവിടെ ചുരുങ്ങുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഈ ജെയിംസ് മാക്സ്വെല്ലിൻ്റെ വൈദ്യുതി കാന്തിക സിദ്ധാന്തന്മാരുടെയാണ്, ജെയിംസ് മാക്സ്വെല്ലിൻ്റെയാണ്. അപ്പോൾ ഇതിനോടായിട്ട് അനുകൂലിച്ചിട്ടില്ല. ഈ നമ്മുടെ റുദർഫോർഡ് പറഞ്ഞ കാര്യങ്ങൾ ജെയിംസ് മാക്സ്വെല്ലിൻ്റെ വൈദ്യുതി കാന്തിക സിദ്ധാന്തം അനുസരിച്ചും ഇതെന്താണ്, അനുകൂലിച്ചില്ല. അതുപോലെ തന്നെ ആറ്റങ്ങളുടെ ഇലക്ട്രോണിക് ഘടനയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇലക്ട്രോണിക് പരമായ കാര്യങ്ങളൊന്നും പറയുന്നില്ല. റുദർഫോർഡിൻ്റെ ആറ്റം മാതൃകയിൽ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോൾ വികിരണം ഇവിടെ എന്താണ്, ഇലക്ട്രോണിന് ഊർജ്ജം ആക്സിലറേറ്റഡ് ആവുന്നുണ്ട്. അതുപോലെ അതൊന്ന് ചുരുങ്ങി ഇലക്ട്രോണ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് വീഴേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും സംഭവിക്കാത്തത് കൊണ്ട് ഇതിൻ്റെ ന്യൂനതകളാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ജെയിംസ് മാക്സ്വെല്ലിൻ്റെ വൈദ്യുതി കാന്തിക സിദ്ധാന്തമായിട്ടും അനുകൂലിച്ചിട്ടില്ല. ആറ്റങ്ങളുടെ ഇലക്ട്രോണിക് ഘടനയെക്കുറിച്ചും ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റുദർഫോർഡിൻ്റെ മാതൃകയുടെ ന്യൂനതകൾ എന്ന് പറയുന്നത്.